ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അമ്മയും കൂടെ കൂടി ഞാവൽപ്പഴം പറിക്കാൻ പോകട്ടോ. അപ്പോൾ ഞങ്ങൾ ഞാവൽപ്പഴമൊക്കെ കഴിച്ചിട്ട് ഒത്തിരി കാലമായി, നമ്മുടെ ഇവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങ് താഴെ പോയിട്ട് വന്നപ്പോഴത്തേനും അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മരത്തിൽ ഇങ്ങനെ നിൽക്കണ കണ്ടു. അപ്പം സാധാരണ മരത്തിൽ മുകളിലൊക്കെയാണ് ഉണ്ടാകാറ്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴത്തേനും താഴെയൊക്കെ ഉണ്ടായി കിടക്കുകയാണ്. അപ്പോൾ നമുക്കത് പറിക്കാൻ പോകാം. അമ്മ അതേ തോട്ടിയൊക്കെ എടുത്ത് സെറ്റായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് കിട്ടുമോ നോക്കാം ഗൈസ്. അപ്പോൾ അതേ ഇത്രയും വലിയ തോട്ടിയൊക്കെ കേട്ടോ. അപ്പം കിട്ടുമോ നോക്കാം നമുക്ക്. ഇത് എത്തിയാലേ നമുക്ക് പറിക്കാൻ പറ്റും. അവിടെ ഇച്ചിരി ഹൈറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ തോട്ടിയും കൊണ്ട് പോയില്ലെങ്കിൽ പറിക്കാൻ പറ്റില്ല, കയറിയൊന്നും പറിക്കാൻ പറ്റില്ല കേട്ടോ. വലിയ മരമാണ്. നമുക്ക് എന്തായാലും കിട്ടുമോ നോക്കാം. അപ്പം എന്തെങ്കിലും വന്നിട്ടുണ്ട് ഞാവൽപ്പഴം പറിക്കാനായിട്ട്. അപ്പോൾ കിട്ടുമോ നോക്കാം നമുക്ക്. തോട്ടി നമ്മൾ കൊണ്ടുവന്ന ഏതായാലും എത്തും. പക്ഷേ നമ്മൾ അടിയിൽ എന്തെങ്കിലും തുണി കെട്ടിയില്ലെങ്കിൽ ഇത് താഴെ ചാടി പൊട്ടിപ്പോവും. അപ്പോൾ അങ്ങനെ പറിക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതാണ് ഞാവൽപ്പഴം ഉണ്ടായി കിടക്കണ കണ്ടില്ലേ, താഴേക്ക് ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ തോട്ടി എത്തും കേട്ടോ. നമുക്ക് കുറച്ച് ഞാവൽപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓർമ്മ കഴിച്ചു നോക്കാം. ഓ കുറേ നാളായി ഇത് കഴിച്ചിട്ട്. ഓർമ്മ കഴിച്ചു നോക്കാം നമുക്ക്. എന്നാ അവിടെ അതെ, നാക്കൊക്കെ വയലറ്റ് കളറായിട്ടോ. അമ്മ കഴിച്ചോ? ഗൈസ്, അമ്മ കൊണ്ടുവന്ന ഷാളൊക്കെ കെട്ടിയാണ് നമ്മള് പറിച്ചോണ്ടിരിക്കണേ. നീ ഇഷ്ടം പോലെ ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് കേട്ടോ. അമ്മ പറിച്ചമ്മ, ഇത് ഇവിടെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. പക്ഷെ നമ്മളൊരു തുണി എടുക്കാൻ മറന്നുപോയി. പറിക്കമ്മ. തോട്ടിയിട്ട് ഇങ്ങനെ കുടുക്കിയിട്ട് വലിച്ചോണ്ടിരിക്കട്ടോ. നീ നിലത്തി ആടിപ്പോവും. ഇങ്ങനെ നിലത്തി ആടുന്ന പരക്കെ എടുക്കണം, അതേ നടക്കുള്ളൂ. ഇട്ട് കുടുക്കിയിട്ട് അമ്മ വലിച്ചോണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ പറിക്കലേ നടക്കുള്ളൂ, കാരണം നല്ല ഹൈറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് തോട്ടി അവിടം വരെ എത്തും. കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി സാധനം. കഴിച്ചോട്ടെ. ഓ, ഭയങ്കര കമർപ്പ് പോയാലോ. റോട്ടിലൊക്കെ ഇഷ്ടം പോലെ ചുമ്മാ ചാടി പോവാട്ടോ. ഒന്നും തന്നെ കിട്ടുന്നില്ല കേട്ടോ, കാരണം എല്ലാം ഹൈറ്റിൽ കിടക്കുവാണ്. ഈ താഴെയൊക്കെ ചാടി പോവാണ് മൊത്തം. നമ്മുടെ കയ്യിൽ വലിയ തോട്ടിയില്ലല്ലോ. നമ്മൾ ഇത്രയും നേരം കൊണ്ട് നമുക്ക് കിട്ടിയത് വളരെ കുറച്ചാട്ടോ. കാണിച്ചു തരാം. ഇത്രയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. കുറച്ചേ കിട്ടിയുള്ളൂ. അതെല്ലാം ഈ നിലത്തൊക്കെ ചാടി പൊട്ടിപ്പോയതാട്ടോ. അടിപൊളി സാധനം. ഒരു രക്ഷയില്ല ഗൈസ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറക്കി തിന്നോണ്ടിരിക്കട്ടെ. അമ്മയാണ് മൊത്തം പറിക്കുന്നത്. ഓ, പക്ഷെ ഭയങ്കര കമർപ്പ്. ഞങ്ങള് കുറെ ആയി കഴിക്കാതിരുന്നോണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര ഒരു കമർപ്പ് ചോയ കേട്ടോ. ആ ഏരത്തിൽ കുറച്ച് മുകളിലായിട്ട് കിടക്കുന്നുണ്ടോ. ആ, അടുത്ത തവണ വരുമ്പോൾ വലിയൊരു തോട്ടിയായിട്ട് വരണം. ഈ ഏരത്തിലുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റുള്ളൂ. ഇതൊരു വലിയ മരമാണ് ഗൈസ്, കണ്ടോ. ഇതിൻ്റെ അങ്ങ് മുകളിലൊക്കെ ഇഷ്ടം പോലെ നിൽക്കേണ്ടത്. ഇതാ ഏരത്തിലൊക്കെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. നമുക്ക് ഈ ഏരത്തിലുള്ള മാത്രമേ പറിക്കാൻ പറ്റുള്ളൂ. അതും വലിയ തോട്ടി ഉണ്ടെങ്കിൽ അങ്ങ് മേളിലേക്കൊക്കെ കുറേ കിടക്കുന്നുണ്ട്. ഇതവിടെയൊക്കെ ഇഷ്ടം പോലെ കിടക്കണം കേട്ടോ. ഇതാ ഒരു കമ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതെവിടെയൊക്കെ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറിച്ച് മടുത്തു. ഞങ്ങളല്ല, അമ്മ പറിച്ച് മടുത്തു. ഇപ്പോൾ അടുത്ത് നമ്മൾ കമ്പ് ചെറിഞ്ഞ് പിടിക്കാൻ പോവാം. പറിക്കാൻ പോവാം. കിട്ടുമെന്ന് നോക്കാം. പണ്ടൊക്കെ നമ്മൾ ഒത്തിരി എറിഞ്ഞ് വീഴിക്കുമായിരുന്നു, സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേന്. പിടിച്ചു നോക്കാം. കിട്ടിയില്ല. ഒന്നോടെ വരാം. ഇത്രയാട്ടോ നമുക്ക് കിട്ടിയുള്ളൂ. കുറച്ചാണ്, എല്ലാം ചാടി ചതഞ്ഞു പോണതേ. എല്ലാം ഹൈറ്റിലാട്ടോ. കുറച്ചാണ് കിട്ടിയത്. എന്തായാലും ഇത് മതി. തോട്ടി എടുത്തോണ്ടോ. ഇത്തിരി കിടക്കുന്നുണ്ട്, പക്ഷേ പറിക്കാൻ നമ്മുടെ കയ്യിൽ വലിയ തോട്ടിയില്ല. നമുക്ക് ഇത്രത്തോളമാണോ കിട്ടിയത്. ഇഷ്ടം പോലെ മരത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ
പറിക്കാൻ പറ്റില്ല, അങ്ങ് ഹൈറ്റിലാണ്. അപ്പോൾ കൊലയായിട്ടൊന്നും കിട്ടില്ല, എല്ലാം ചാടുമ്പോഴത്തേനും പൊട്ടിപ്പോവും. ഒരു രക്ഷയില്ല, ടേസ്റ്റ് ഒരു രക്ഷയില്ല. നമ്മൾ കുറേ കൂടി കഴിക്കുന്നോണ്ടേ. ഓ അമ്മേ വന്നേ, പറിച്ച മൊത്തം ഞാനാട്ടോ. ഓ കൊത്തി കിട്ടി അമ്മയുടെ. വലിയ തോട്ടി ഉണ്ടാക്കിയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ മൊത്തം പറിച്ചെടുക്കണം. മുട്ടുക്കത്തെ ടേസ്റ്റ്. നമ്മളെ കുറേ കൂടി തിരുന്നോണ്ടേ ഞാൻ കഴുകിയിട്ട് ഇതെല്ലാം നിലത്തിയാടി പൊടിയൊക്കെ പറ്റിയായിരുന്നു. അപ്പം അടിയിൽ എന്തെങ്കിലും തുണിയൊക്കെ പിടിക്കുവാണെങ്കിൽ അതിനകത്ത് വന്ന് വീഴും. ഇത് താഴെ ചാടി മൊത്തം പൊട്ടുവാണ്. അപ്പോൾ അതൊന്ന് കഴുകിയിട്ടുണ്ട്, എന്നിട്ടാട്ടോ കഴിക്കുന്നത്. ഒരു രക്ഷയില്ല കഴിച്ചു, എല്ലാം തന്നെ പൊട്ടിപ്പോയി കേട്ടോ. മിക്കത് നിലത്തി ആടിയിട്ടേ പൊട്ടിപ്പോയി. അപ്പോൾ ഇത് കഴുകിയില്ലെങ്കിൽ ഇതിനകത്ത് മൊത്തം മണ്ണും പൊടിയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഇതൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചുമ്മാ ഞാവൽപ്പഴം കണ്ടപ്പോൾ പറിക്കാൻ പോകുമ്പോൾ ചുമ്മാ ഒന്ന് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം. പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.